ബീഹാറിൽ തകർന്നടിയുകയായിരുന്നു മഹാസഖ്യം. ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയാണ് കോൺഗ്രസിനും RJDക്കും ബീഹാറിൽ ഏറ്റുവാങ്ങേണ്ടി വന്നത്. 208 സീറ്റിൽ NDA മുന്നേറ്റം ഇപ്പോഴും തുടരുകയാണ്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി JDUവിനെയും BJP ഞെട്ടിച്ചു. 92 സീറ്റിൽ BJP ജയമുറപ്പിച്ചു കഴിഞ്ഞു. മഹാസഖ്യം വെറും 31 സീറ്റിലേക്ക് ചുരുങ്ങുകയാണ്. കോൺഗ്രസ് 3 സീറ്റിലേക്കാണ് കൂപ്പുകുത്തിയിരിക്കുന്നത്. വലിയ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾക്ക് ഇടവയ്ക്കുന്നതാവാം ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം. അതിൻ്റെ തുടർചലനങ്ങളൊക്കെ ഏറെ ശ്രദ്ധേയവുമാണ്. കിരൺ ബാബു ചേരുന്നുണ്ട്. കിരൺ, ഏറ്റവും ഒടുവിൽ വരുന്ന ഫലമനുസരിച്ച് തേജസ്വി യാദവിൻ്റെ തോൽവി പോലും വന്നു കഴിഞ്ഞു എന്ന പ്രവചനമൊക്കെ വരുന്നുണ്ട്. അത് സ്ഥിരീകരിക്കാനായിട്ടുണ്ടോ? എന്താണ് ഇപ്പോഴത്തെ ചിത്രം? ബീഹാറിൽ സമ്പൂർണമായ NDAയുടെ തേരോട്ടം എന്ന് തന്നെ പറയാം. പാടെ തകർന്നടിഞ്ഞു പോയിരിക്കുന്നു മഹാസഖ്യം. RJDയും കോൺഗ്രസും CPI-MLും CPIMും CPIയും VIPയും എല്ലാം ചേരുന്ന ഈ മഹാസഖ്യം പാടെ അടിഞ്ഞു പോയിരിക്കുന്ന അവസ്ഥയാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും 2020ലെയും 2015ലെയും തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ ഭരണം ലഭിച്ചില്ല എങ്കിലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിരുന്നത് RJD ആയിരുന്നു. RJD കഴിഞ്ഞ തവണ 75 സീറ്റുകളോളം നേടിയതാണ്. ആ RJD അടക്കം തകർന്നു പോയിരിക്കുന്നു. കോൺഗ്രസിൻ്റെ 19 സീറ്റുകളുണ്ടായിരുന്ന കോൺഗ്രസ് ഇപ്പോൾ കേവലം 4 സീറ്റുകളിൽ മാത്രം ലീഡ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വല്ലാതെ താഴെ പോയിരിക്കുന്നു. 12 സീറ്റുകൾ ഉണ്ടായിരിക്കുന്ന CPI-ML അവിടെ നിന്ന് 3 സീറ്റുകളിലേക്ക് താഴെ വീണിരിക്കുന്നു. കഴിഞ്ഞ തവണ 75 സീറ്റുകൾ ഉണ്ടായിരുന്ന RJD ഈ തവണ കേവലം 25 സീറ്റുകളിലേക്ക് 50 സീറ്റ് കുറഞ്ഞ 25 സീറ്റുകളിലേക്ക് വീണിരിക്കുന്നു. നമുക്ക് മാജിക് വാളിൻ്റെ സഹായത്തോടു കൂടി ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ കൂടി ഒരിക്കൽ പരിശോധിക്കാം. 243 അംഗ ബീഹാർ നിയമസഭയിൽ 204 സ്ഥലത്ത് ഇപ്പോൾ NDA ആണ് ലീഡ് ചെയ്യുന്നത്. അവസാന ഫലം വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ ഇനി സാധ്യതയില്ല. 83 സീറ്റുകളാണ് കഴിഞ്ഞ തവണത്തേക്കാൾ അധികം നേടുന്നത് എന്നത് ആലോചിക്കണം. ഇത്ര വലിയൊരു മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. 243ൽ 204. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മഹാഗഡ്ബന്ധൻ, കോൺഗ്രസ്, RJD, തേജസ്വി യാദവ് നേതൃത്വം നൽകുന്ന മഹാഗഡ്ബന്ധന് 34 ഇടത്തു മാത്രമാണ് ലീഡ് ചെയ്യാൻ കഴിയുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ 80 സീറ്റുകൾ കുറവ്. കഴിഞ്ഞ തവണ 125 സീറ്റുകളായിരുന്നു NDAക്ക് ഉണ്ടായിരുന്നെങ്കിൽ മഹാഗഡ്ബന്ധന് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് 115 സീറ്റുകളാണ്. അവിടെ നിന്നാണ് 34ലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നത്. മറ്റുള്ളവർക്ക് 5 സീറ്റ് എന്നുള്ളതാണ്. ജൻ സുരാജ് പാർട്ടി തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ കൂടിയായ പ്രശാന്ത് കിഷോറിൻ്റെ നേതൃത്വത്തിൽ രൂപം നൽകിയ ജൻ സുരാജ് പാർട്ടി 243ൽ 238 മണ്ഡലങ്ങളിലും മത്സരിച്ച് അവിടെ ഒന്നുകിൽ ഏറ്റവും കുറഞ്ഞാൽ 10 സീറ്റ് അല്ലെങ്കിൽ 150 മേലേക്ക് എന്നൊക്കെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധനും തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനുമൊക്കെയായ പ്രശാന്ത് കിഷോർ അവകാശപ്പെട്ടതാണ്. പ്രശാന്ത് കിഷോറിൻ്റെ ഇത്ര കാലമുള്ള പ്രൊഫഷണൽ ക്രെഡിബിലിറ്റി പോലും ഇല്ലാതെ ആവുന്ന തരത്തിലേക്ക് സംപൂജ്യരായി മടങ്ങുന്ന അവസ്ഥയിലാണ് ഈ ജൻ സുരാജ് പാർട്ടി ഉള്ളത്. ഇനി നമുക്ക് ഓരോ മുന്നണിക്കും എങ്ങനെയാണ് ഓരോ സ്ഥലത്തും കൂടുതൽ സീറ്റ് നേടിയത് പാർട്ടികളുടെ അവസ്ഥ ആദ്യം പരിശോധിക്കാം. ആദ്യം NDA ആണ് അധികാരത്തിലേക്ക് വന്നിരിക്കുന്നത്. NDAയിൽ BJP 92, 101 സീറ്റുകളിൽ മത്സരിച്ചു. 92 എന്ന് പറഞ്ഞാൽ സ്ട്രൈക്ക് റേറ്റ് 90% മുകളിലാണ്. 10 സ്ഥാനാർത്ഥികളെ മത്സരിക്കുമ്പോൾ 9 പേരെയും JP 9-ലധികം ആളുകളെ ജയിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് BJPയുടേത്. കഴിഞ്ഞ തവണത്തേക്കാൾ 18 സീറ്റുകൾ അധികമാണ്. 74 സീറ്റായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. മറ്റൊന്ന് JDU ആണ്. JDU 101 സീറ്റിൽ മത്സരിപ്പിച്ചിട്ട് 82 അവർ മുന്നേറുകയാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ 39 സീറ്റുകളാണ് അധികം നേടിയത്. കഴിഞ്ഞ തവണ ആലോചിക്കണം 43 സീറ്റുകൾ മാത്രമാണ് കഴിഞ്ഞ തവണ JDU ലഭിച്ചത്. കഴിഞ്ഞ 20 വർഷമായി ഇടയ്ക്ക് ജിതിൻ റാം മാഞ്ചി ഭരിച്ച ഒരു വർഷം കാലയളവ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി 2005 മുതൽ 2025 വരെ ബീഹാറിന് ഒറ്റ മുഖ്യമന്ത്രിയെ ഉണ്ടായിട്ടുള്ളൂ. അത് നിതീഷ് കുമാറാണ്. പലതവണ മുന്നണി മാറിയ ആളാണ്. NDAയിൽ നിന്ന് മഹാഗഡ്ബന്ധനിലേക്ക് തിരിച്ച് NDAയിലേക്കും വീണ്ടും മഹാഗഡ്ബന്ധനിലേക്കും NDAയിലും ഒക്കെ മാറിയ ആളാണ്. അപ്പോഴെല്ലാം മുഖ്യമന്ത്രിയായിരുന്ന JDU, JDUവിൻ്റെ നേതാവ് JDU കഴിഞ്ഞ തവണയാണ് ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട പെർഫോമൻസിലേക്ക് പോയത്. അത് 43 സീറ്റായിരുന്നു. അവർ അന്ന് സീറ്റിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ 21 സീറ്റുകൾ നേടിയ LJP ആയിരുന്നു. രാംവിലാസ് പാസ്വാൻ നയിച്ചിരുന്ന LJP ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ നയിക്കുന്ന LJP. ഈ LJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് NDAയുമായി തെറ്റി, അല്ലെങ്കിൽ സംസ്ഥാനത്തെ NDAയുമായി തെറ്റി.
പാർട്ടി കേന്ദ്രത്തിൽ കേന്ദ്രമന്ത്രിയായി ചിരാഗ് പാസ്വാൻ ഇരിക്കുമ്പോൾ തന്നെ ബീഹാറിൽ LJP പ്രത്യേകമായി മത്സരിച്ചു. 9% വരുന്ന പാസ്വാൻ അനുബന്ധ കമ്മ്യൂണിറ്റിയുടെയൊക്കെ വലിയ സ്വാധീനമുള്ള നേതാവാണ് അല്ലെങ്കിൽ പാർട്ടിയാണ് LJP. ആ LJP രാംവിലാസ് പാസ്വാൻ RV എന്ന് പറയുന്ന പാർട്ടിയാണ്. അതിപ്പോൾ നയിക്കുന്നത് ചിരാഗ് പാസ്വാനാണ്. അന്ന് ഈ ചിരാഗ് പാസ്വാൻ്റെ പാർട്ടി മത്സരിച്ചതുകൊണ്ടാണ്, LJP മത്സരിച്ചതുകൊണ്ടാണ് പ്രധാനമായും JDUവിൻ്റെ സീറ്റുകളിൽ 43ലേക്ക് വീണുപോയത്. ഈ JDUവിൻ്റെ സീറ്റുകളിലൊക്കെ LJP സ്ഥാനാർത്ഥികൾ കൂട്ടുകയും BJP സീറ്റുകളിൽ BJP കൂട്ടുകയും ചെയ്തിരുന്നു. അന്ന് നിതീഷ് കുമാറിനെ അല്പം ദുർബലനാക്കുക എന്ന ലക്ഷ്യത്തിൽ കൂടിയായിരുന്നു BJPയുടെ പരോക്ഷ പിന്തുണയോടുകൂടി LJP മത്സരിച്ചത്. ഇത്തവണ അങ്ങനെയല്ല, LJPയെ കൂടി മുന്നണിയിൽ ഉൾപ്പെടുത്തിയാണ് മത്സരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഒരു സീറ്റ് മാത്രമുണ്ടായിരുന്ന LJPക്ക് ഇത്തവണ 21 സീറ്റുകൾ നേടിയിരിക്കുന്നു. ഒരു പാർട്ടി എന്ന നിലയിൽ ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റ് നോക്കിയാൽ അത് 1 നിന്ന് 21ലേക്ക് തൻ്റെ പാർട്ടിയുടെ വിജയത്തെ MLAമാരെ എത്തിക്കാൻ കഴിഞ്ഞ ചിരാഗ് പാസ്വാനാണ് അത്തരത്തിൽ ഏറ്റവും വലിയ നേതാവ് എന്ന് പറയേണ്ടി വരും. തേജസ്വി യാദവിൻ്റെ സെക്കൻഡ് ലെയറിലൊക്കെ നിൽക്കുന്ന, അല്ലെങ്കിൽ തേജസ്വിയെ പോലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരു നേതാവല്ല ചിരാഗ് പാസ്വാൻ. ഒരു കാലത്ത് സിനിമാ നടനൊക്കെ ആയിരുന്നു. അച്ഛൻ്റെ മരണത്തെ തുടർന്നാണ് ഏറ്റവും പൂർണ്ണമായും പാർട്ടിയുടെ നേതൃത്വമൊക്കെ ഏറ്റെടുത്തത്. പൂർണ്ണമായും നരേന്ദ്രമോദിയുടെ ലോയലായി നിൽക്കുന്ന, എല്ലാ കാലത്തും നരേന്ദ്രമോദിയെ നേതാവായി അംഗീകരിക്കുന്ന ചിരാഗ് പാസ്വാൻ ഇത്തവണ നിതീഷ് കുമാറിനെ കൂടി അദ്ദേഹം നേതാവായി അംഗീകരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് ഏറ്റവും വലിയ റേറ്റ് 21 സീറ്റുകളിലേക്ക്. HMS കഴിഞ്ഞ തവണ 4 സീറ്റ് നേടിയെങ്കിൽ ഇത്തവണ 5 സീറ്റ് നേടിയിരിക്കുന്നു. RLMന് 4 സീറ്റുകളിലൂടെ. ഇതാണ് NDAയുടെ ചിത്രം. എന്നാൽ മറിച്ച് നമുക്ക് ഇന്ത്യ മുന്നണിയുടെ ചിത്രം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. മഹാഗഡ്ബന്ധൻ RJD നേതൃത്വം നൽകുന്ന, തേജസ്വി യാദവ് നേതൃത്വം നൽകുന്ന രണ്ടാമത്തെ പാർട്ടിയായി കോൺഗ്രസ് നിൽക്കുന്ന, CPI-ML നിൽക്കുന്ന, കഴിഞ്ഞ തവണ 12 സീറ്റുകൾ നേടി ഇത്തവണ 20 സീറ്റുകൾ മത്സരിച്ച CPI-ML ആണെന്ന് ആലോചിക്കണം. കഴിഞ്ഞ തവണ 2 സീറ്റ് നേടിയ CPM, കഴിഞ്ഞ തവണ 2 സീറ്റ് നേടിയ CPI അടക്കിയ പാർട്ടികൾ നിൽക്കുന്ന ഇന്ത്യ മുന്നണിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ്. ഇന്ത്യ മുന്നണിയിൽ RJDക്ക് 75 സീറ്റുകൾ കഴിഞ്ഞ തവണ ലഭിച്ചെങ്കിൽ ഇത്തവണ അത് 50 സീറ്റുകൾ കുറഞ്ഞ 25 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. മറ്റൊന്ന് കോൺഗ്രസ് ആണ് രണ്ടാമത്തെ പാർട്ടി. 61 സീറ്റുകൾ മത്സരിച്ച കോൺഗ്രസിന് 5 സീറ്റുകളിൽ മാത്രമാണ് മുന്നേറാൻ കഴിയുന്നത്. അത്രത്തോളം ദയനീയമായ അവസ്ഥയിലേക്കാണ് കോൺഗ്രസ് വീണുപോയത് എന്നതുകൂടി നമ്മൾ ആലോചിക്കണം. 19 നിന്ന് 5 സീറ്റുകളിലേക്ക് കോൺഗ്രസ് വീണുപോയിരിക്കുന്നു. CPI-MLനും സമാനമായ രീതിയിലുള്ള തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ തവണ 12 സീറ്റുകൾ വിജയിച്ച പാർട്ടിയാണ് CPI-ML. ഇത്തവണ 3 സീറ്റുകൾ മാത്രമാണ്. മറ്റൊന്ന് CPM കഴിഞ്ഞ തവണ 2 സീറ്റിൽ വിജയിച്ചു. അവർക്കിപ്പോൾ 1 സീറ്റിൽ മുന്നേറുന്നു. VIP-ക്ക് 0 സീറ്റിലേക്ക് വരുന്നു. IAP 0 സീറ്റിലേക്ക് വരുന്നു. CPI-യും 2 സീറ്റിൽ ജയിച്ചതാണ്. CPI-യുടെയും ഇത്തവണത്തെ സംഖ്യ 0 സീറ്റുകളിലേക്കാണ് വരുന്നത്. ഇനി നമുക്ക് പ്രധാനമായും പരിശോധിക്കാൻ കഴിയുന്നത് കഴിഞ്ഞ തവണത്തെ 2020 കണക്കുകൾ കൂടി പരിശോധിക്കാം. 2020 കണക്കുകൾ കൂടി പരിശോധിക്കുമ്പോൾ ഇത്തവണത്തെയും കഴിഞ്ഞ തവണത്തെയും വ്യത്യാസം നമുക്ക് കൂടുതൽ വ്യക്തമായി തന്നെ തിരിച്ചറിയാൻ കഴിയും. ഇതാണ് 2020 കണക്ക്. അന്ന് NDAക്ക് 125 സീറ്റ് ഉണ്ടായിരുന്നു. മഹാഗഡ്ബന്ധന് 110 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. അവിടെ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം നോക്കണം. കഴിഞ്ഞ തവണ 37.34% വോട്ടാണ് NDA സഖ്യം നേടിയെങ്കിൽ 37.13% വോട്ടാണ് അന്ന് മഹാഗഡ്ബന്ധൻ നേടിയത്. 0.21% വോട്ടുകളുടെ മാത്രം വ്യത്യാസത്തിലാണ് കഴിഞ്ഞ തവണ മഹാഗഡ്ബന്ധന് അധികാരം നഷ്ടപ്പെട്ടത് എന്ന് ഓർക്കണം. മറ്റുള്ളവർ 19.18 നേടിയിരുന്നു. ഇതിൽ ചിരാഗ് പാസ്വാൻ്റെ ലോക് ജനശക്തി പാർട്ടി, രാംവിലാസ് പാസ്വാൻ, LJP, RP അടക്കമുള്ള പാർട്ടികൾ അടക്കമുണ്ട്. അങ്ങനെയാണ് ഈ 19% LJPക്ക് 5.67%, മറ്റു പാർട്ടികൾക്കെല്ലാം കൂടി ചേർന്ന് 19.86% കഴിഞ്ഞ തവണത്തെ കണക്ക്. കഴിഞ്ഞ തവണത്തെ NDAയുടെ കണക്ക് കൂടി പരിശോധിച്ച് കഴിഞ്ഞാൽ BJP NDAയിൽ ഒന്നാമത്തെ വലിയ പാർട്ടിയാവുന്നു. 74 സീറ്റുകൾ വിജയിക്കുന്നു. അവിടുത്തെ രണ്ടാമത്തെ വലിയ പാർട്ടി JDU ആവുന്നു. അതിന് മുമ്പ് വരെയും JDU BJP തമ്മിലുള്ള വ്യത്യാസം, JDU ആദ്യം മുന്നിലായിരുന്നു അതിന് മുൻ തവണകളിലൊക്കെ. പിന്നീട് JDUയും BJPയും തമ്മിലുള്ള വ്യത്യാസം 1-2 സീറ്റിൻ്റെതാവുന്നെങ്കിൽ ഈ കഴിഞ്ഞ തവണയാണ് അത് ഏറ്റവും ദയനീയമായ അവസ്ഥയിലേക്ക് പോയത്. 43 സീറ്റുകൾ മാത്രമാണ്. HMSന് 4 സീറ്റാണ് ലഭിച്ചത്. കഴിഞ്ഞ തവണ VIP മത്സരിച്ചത്, വികാസിൽ ഇൻസാൻ പാർട്ടി മത്സരിച്ചത് NDAയുടെ ഭാഗമായിട്ടായിരുന്നു. അന്ന് അവർക്ക് 1.52% വോട്ടേ ഉള്ളെങ്കിലും 4 സീറ്റുകളിൽ വിജയിക്കാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ അവരുടേത് 0 എന്നതുകൂടി ആലോചിക്കണം. ഈ കഴിഞ്ഞ തവണത്തെ ഇന്ത്യ സഖ്യത്തിൻ്റെ മഹാഗഡ്ബന്ധൻ്റെ സീറ്റിൻ്റെ നില കൂടി നമുക്ക് പരിശോധിക്കാം.
മഹാഗഡ്ബന്ധനിൽ RJD കഴിഞ്ഞ തവണ 75 സീറ്റ് നേടി. ബീഹാറിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറിയത് RJD ആണ്. 2020-ലും 2015-ലും ബീഹാറിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി RJD ആയിരുന്നു. ഇന്നിപ്പോൾ RJD ബീഹാറിലെ ഒന്നാമത്തെ കക്ഷിയല്ല, രണ്ടാമത്തെ കക്ഷിയല്ല, മൂന്നാമത്തെയോ ചിലപ്പോൾ നാലാമത്തെയോ കക്ഷിയായി മാറാൻ അടക്കം സാധ്യതയുള്ള ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. 21 സീറ്റുകളിൽ LJP മുന്നേറുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അവസാന ഫലങ്ങൾ കൂടി വരുമ്പോൾ അത് വ്യക്തമാകും. നിലവിൽ മൂന്നാമത്തെ പാർട്ടിയായി മാറിയിരിക്കുന്നു. കോൺഗ്രസ് കഴിഞ്ഞ തവണ 19 സീറ്റായിരുന്നു 2020-ൽ നേടിയത്. 2015-ൽ കോൺഗ്രസിന് 27 സീറ്റുകളുണ്ടായിരുന്നു. 2005-ൽ ഏറ്റവും ദയനീയമായ പരാജയമുണ്ടായി. 2005-ലാണ്. അന്ന് 4 സീറ്റുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനു മുമ്പ് കോൺഗ്രസിനുണ്ടായിരുന്നത് 9 സീറ്റുകളാണ്. അതിനു മുൻ വർഷം 95-ൽ അത് കോൺഗ്രസിനുണ്ടായിരുന്നത് 10 സീറ്റുകളാണ്. 10, 9, 4, 27, 19, വീണ്ടും 4 എന്നുള്ള അവസ്ഥയിലാണ് കോൺഗ്രസ് ഇപ്പോൾ നിൽക്കുന്നത്. മറ്റൊന്ന് CPIML ആണ്. ഇത് 11, 12 ആയിരുന്നു. ആദ്യത്തെ കണക്ക് 12 ആയിരുന്നു. ആ 12 ഇപ്പോൾ 3 സീറ്റുകളിലേക്ക് താഴ്ന്നു പോയിരിക്കുന്നു. CPM ഇത് 3 എന്നുള്ളത് 2 ആയിരുന്നു അന്നുണ്ടായിരുന്നത്. അത് ആ 2 ഇപ്പോൾ 1-ലേക്ക് വന്നിരിക്കുന്നത്. CPI 2 ആയിരുന്നു. ആ 2 0 എന്നുള്ള അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ഇതാണ് ഇന്ത്യ മുന്നണിയുടെയും അതോടൊപ്പം തന്നെ മഹാഗഡ്ബന്ധൻ്റെയും NDAയുടെയും കഴിഞ്ഞ 2020-ലെ കണക്കുകൾ. ഇനി നമുക്ക് 2025-ലെ ഈ വർഷത്തെ കണക്കുകൾ പരിശോധിക്കാം. ഈ വർഷത്തെ റീജിയണൽ തിരിച്ചുള്ള കണക്കുകൾ കൂടി പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രധാനമായും 6 മേഖലകളാണ് ബീഹാറിലുള്ളത്. ഒന്ന് ഭഗൽപൂരാണ്. ഭഗൽപൂർ കഴിഞ്ഞാൽ ഭോജ്പൂരാണ്. മറ്റൊന്ന് മഗധാണ്. മഗധ് കഴിഞ്ഞാൽ മിഥിലയാണ്. മറ്റൊന്ന് സീമാഞ്ചലാണ്. മറ്റൊന്ന് തൃത്താണ്. ഇതിൽ ഭോജ്പൂരും മഗധും ഈ ഭോജ്പൂരും മഗധുമായിരുന്നു 2020-ൽ. ഞാൻ 2020 ഒരിക്കൽ കൂടി കാണിക്കാം. 2020-ൽ ഇന്ത്യ സഖ്യത്തിന് മഹാഗഡ്ബന്ധന് ഏറ്റവും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ 2 മേഖലകൾ ഭോജ്പൂർ പ്ലസ് മഗധ്. നമുക്കത് രണ്ടും കൂടി ഒരുമിച്ച് നോക്കാം. ഭോജ്പൂർ പ്ലസ് മഗധ് നോക്കുമ്പോൾ ഈ മേഖലയാണ് UPയുമായി അതിർത്തി പങ്കിടുന്ന മേഖല. ജാർഖണ്ഡുമായി അതിർത്തിയിലൊക്കെ പങ്കിടുന്ന മേഖല. പ്രധാനമായും UPയാണ് അതിർത്തി വരുന്നത്. അവിടെ ആകെ 93 സീറ്റുകളിൽ 64 സീറ്റ് നേടിയത് ഇന്ത്യ മുന്നണിയാണ് എന്ന് ഓർക്കണം. NDAക്ക് 28 സീറ്റുകൾ മാത്രം. NDAയുടെ സീറ്റിൻ്റെ ഇരട്ടി സീറ്റുകളാണ് കഴിഞ്ഞ തവണ ഇന്ത്യ മുന്നണി ഈ 2 മേഖലയിലായി ഭോജ്പൂരിലും മഗധിലുമായി നേടിയത്. അവിടെ തന്നെ RJDയുടെ ശക്തി കേന്ദ്രമാണ് ഈ സ്ഥലം എന്ന് പറയുന്നതെന്ന് ആലോചിക്കണം. പരമ്പരാഗതമായി തന്നെ RJDയുടെ ശക്തി കേന്ദ്രമാണ്. ആ തെരഞ്ഞെടുപ്പിലും 2015 തെരഞ്ഞെടുപ്പിലുമൊക്കെ വലിയ വിജയം. 2015 കണക്കുകളുണ്ട്. വിശദമായി പോകാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. അവിടെ RJD 44 സീറ്റുകൾ നേടി. CPIMLൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ് ഇപ്പോഴും അവിടെ 3 സീറ്റുകളുള്ളത്. ഈ മേഖലയിൽ തന്നെയാണ് ഇപ്പോഴും അവർക്കുള്ളത്. അവർക്ക് 9 സീറ്റുകൾ നേടി. കോൺഗ്രസിന് 9 സീറ്റുകൾ നേടി. CPMന് 2 സീറ്റുകളും നേടിയിരുന്നു. ഇത് CPIയുടെ പ്രധാനപ്പെട്ട ഒരു മേഖലയല്ല ഇത്. അതുകൊണ്ട് തന്നെ അവർക്ക് സീറ്റുകളൊന്നും അവിടെ ലഭിച്ചില്ല. ഇതായിരുന്നു ഈ ഇവിടുത്തെ കണക്ക്. ഇവിടുത്തെ തന്നെ നമുക്ക് ഈ വർഷത്തെ കണക്ക് കൂടി പരിശോധിക്കാം. നമ്മൾ ആലോചിക്കണം, ഇന്ത്യ കഴിഞ്ഞ തവണ അവിടെ ഉണ്ടായിരുന്ന 93-ൽ 64 നേടിയത് ഇന്ത്യ മുന്നണിയാണ്, മഹാഗഡ്ബന്ധനാണ്. NDAക്ക് 28 സീറ്റുകളായിരുന്നു. ഇത്തവണത്തെ അവിടുത്തെ കണക്ക് പരിശോധിച്ചാൽ അതിങ്ങനെയാണ്. എങ്ങനെയാണ് എത്രത്തോളം വലിയ ഹോംവർക്കാണ് നടത്തിയതെന്ന് അറിയണം. 64 ഈ മഹാഗഡ്ബന്ധനുണ്ടായിരുന്ന സ്ഥാനത്ത് 74 സീറ്റുകളിലേക്ക് 46 സീറ്റുകളാണ് ഈ 2 മേഖലയിൽ മാത്രം NDA വർദ്ധിപ്പിച്ചത്. ഇന്ത്യ മുന്നണിയുടെ മഹാഗഡ്ബന്ധൻ്റെ സീറ്റ് 46 കുറഞ്ഞ് 18-ലേക്ക് എത്തിയിരിക്കുന്നു. അവിടെ തന്നെ BJPയുടെ RJDയുടെ വലിയ ശക്തി കേന്ദ്രങ്ങളൊക്കെ BJPയുടെ ഒരു തേരോട്ടം നമുക്ക് കാണാം. JDUവിൻ്റെ തേരോട്ടം കാണാം. BJP 14 സീറ്റുകൾ വർദ്ധിപ്പിച്ചപ്പോൾ JDU ഈ മേഖലയിൽ മാത്രം 20 സീറ്റുകളാണ് വർദ്ധിപ്പിച്ചത്. കേവലം BJPക്ക് 27 സീറ്റാക്കി 7 സീറ്റ് മാത്രമുണ്ടായിരുന്ന സ്ഥലത്ത് നിന്നാണ് 27-ലേക്ക് JDU വളർന്നതെന്ന് ആലോചിക്കണം. ഈ മേഖലയിൽ LJP കഴിഞ്ഞ തവണ വോട്ട് കട്ടറായിട്ടുണ്ടായിരുന്നു. ഇത്തവണ LJPയുടെ ആ വോട്ട് കട്ടറായില്ല എന്ന് മാത്രമല്ല LJP NDA സഖ്യത്തിൻ്റെ ഭാഗമായിരുന്നു. അങ്ങനെ LJPക്കും 9 സീറ്റുകൾ ലഭിച്ചു. കഴിഞ്ഞ തവണ LJP ഇവിടെ എല്ലാം വോട്ട് വാങ്ങി ഇവരുടെ 27-നെ 7 നിലനിർത്തിയെങ്കിൽ ഇത്തവണ അവർ കൂടി ചേർന്നപ്പോൾ ആ 27-ഉം പ്ലസ് 9 ഇവരുടെ LJPയുടെ 9-ഉം പ്ലസ് BJPയുടെ 14-ഉം കൂടി ചേരേണ്ടി വന്നു. അപ്പോൾ സ്വാഭാവികമായും ഇവർക്ക് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് ആ സമയം അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്നതുകൂടി ആലോചിക്കണം. 46 സീറ്റുകൾ അധികം നേടാൻ BJP കഴിയുന്നു. NDAയിൽ ആകെ 46 നേടുന്നു. അതിൽ 14 സീറ്റ് BJP അധികമായി നേടുന്നു. അതോടൊപ്പം തന്നെ JDU അവിടെ 20 സീറ്റുകൾ അധികം നേടുന്നു. LJP 9 സീറ്റ് 0 9 സീറ്റുകളിലേക്ക് LJP വരുന്നു. നമുക്ക് ഇനി മറ്റ് ചില മേഖലകൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അത് ഭോജ്പൂരും മഗധും കഴിഞ്ഞാൽ ബാക്കി ഭഗൽപൂരായാലും മിഥിലയായാലും സീമാഞ്ചലായാലും തൃത്തായാലും ഈ മേഖലകളിലെല്ലാം തന്നെ കഴിഞ്ഞ തവണ NDAക്കായിരുന്നു ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു മേഖല സീമാഞ്ചലാണ്.
അവിടെ പ്രത്യേകിച്ച് OIC-യുടെ പാർട്ടിയൊക്കെ വോട്ട് കട്ടറായി നിൽക്കുന്ന ഒരു മേഖല കൂടിയാണ്. സീമാഞ്ചൽ എങ്ങനെയായിരുന്നു നമുക്ക് ഫലം എന്ന് നോക്കാം. സീമാഞ്ചലിലെ ഫലം ഇങ്ങനെയാണ്. സീമാഞ്ചലിനെ സംബന്ധിച്ച് 74 സീറ്റുകളിൽ NDA 32 സീറ്റുകൾ BJP നേടുമ്പോൾ JDU 27 സീറ്റ് നേടുന്നു. LJP 9 ക്ഷമിക്കണം, സീമാഞ്ചലിലേക്ക് എത്തിയില്ല. സീമാഞ്ചലിൻ്റെ സീറ്റിലേക്ക് ഒരിക്കൽ കൂടി വരാം. സീമാഞ്ചലിൻ്റെ ഈ വർഷത്തെ 2025 സീറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ സീമാഞ്ചലിൻ്റെ ഫലം ഈ തരത്തിലാണ്. 74 സീറ്റുകൾ നേടി. BJP 32 സീറ്റുകൾ, 14 ഈ സീറ്റുകൾ അധികം പറഞ്ഞ് JDU 27 സീറ്റുകളിലും വിജയം നേടിയിരിക്കുന്നു. മറ്റ് 4 മേഖലകളും പരിശോധിച്ച് കഴിഞ്ഞാൽ ഇനി തൃത്തായാലും ഭോജ്പൂരായാലും ഭഗൽപൂരായാലും ഇവിടെയെല്ലാം തന്നെ വലിയ വിജയമാണ് NDAക്ക് ഉണ്ടായിരിക്കുന്നത്. പാടെ അടിഞ്ഞു പോകുന്ന അവസ്ഥയിലായിരുന്നു അവിടെയെല്ലാം പൂർണ്ണമായും മറ്റ് ഇന്ത്യ സഖ്യം മഹാഗഠബന്ധൻ ഉണ്ടായിരിക്കുന്നത്. ആകെ അവർക്ക് ഒരു സ്ഥലത്തും ഈ തരത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവരുടെ ശക്തി കേന്ദ്രങ്ങളടക്കം വല്ലാതെ പിന്നോക്കം പോകുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ എല്ലാ തരത്തിലും നിതീഷ് കുമാറിൻ്റെ 2005 മുതൽ ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ആളാണ് നിതീഷ് കുമാർ. സുശാസൻ ബാബു എന്ന പേരിൽ അതിനു മുമ്പുണ്ടായിരുന്ന ജംഗിൾ രാജ് എന്ന ലാലുവിൻ്റെ യുഗം, 95 മുതൽ ഉള്ള ലാലുവിൻ്റെ യുഗം, അതിൽ 2005 ആദ്യം 2000 അധികാരത്തിൽ വന്നെങ്കിലും അന്ന് അധികാരം നിലനിർത്താൻ 7 ദിവസത്തെ സർക്കാരിന് രാജിവെക്കേണ്ടി വന്നു. റാബറി ദേവി മുഖ്യമന്ത്രിയാവുന്നു. 2005 ആദ്യമായി നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാവുന്നു. സുശാസൻ ബാബു എന്ന പേര് അദ്ദേഹം വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കി. സ്കൂളുകളിലേക്ക് അധ്യാപകരെ നിയോഗിച്ചു. റോഡുകൾ നിർമ്മിച്ച് അങ്ങനെ നാട്ടിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയാണ് അങ്ങനെ ഒരു വിളിപ്പേര് സ്വന്തമാക്കിയത്. അതിനുശേഷം പിന്നീട് വീണ്ടും ഇടയ്ക്ക് ഒരു കാലം 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തെ തുടർന്ന് അദ്ദേഹം രാജിവെച്ച ഒരു വർഷം ജിതിൻ റാം മാഞ്ചി അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ തന്നെയുള്ള JDUവിൽ തന്നെ ഉണ്ടായിരുന്ന, അന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന, പിന്നീട് സ്വന്തമായി പാർട്ടി രൂപീകരിച്ച് പോയ ജിതിൻ റാം മാഞ്ചി ദളിത് വിഭാഗത്തിലുള്ള നേതാവാണ്. അദ്ദേഹം മുഖ്യമന്ത്രി ആയതൊഴിച്ചാൽ 2005 മുതൽ ഈ 2025 വരെ 20 വർഷക്കാലത്തെ ആ ഒരു വർഷം മാറ്റി നിർത്തിയാൽ പൂർണ്ണമായും ബീഹാറിന് ഒരേ ഒരു നേതാവേ ഉണ്ടായിട്ടുള്ളൂ. അത് നിതീഷ് കുമാറാണ്. കഴിഞ്ഞ തവണയാണ് നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിന് ചില ചോദ്യങ്ങൾ ഉയർത്താൻ അന്ന് മഹാഗഠബന്ധന് തേജസ്വി യാദവിന് കഴിഞ്ഞത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു ചോദ്യവും ഉയർത്താൻ കഴിയാത്ത രീതിയിലേക്ക് ഒരേ സമയം തന്നെ തകർക്കാൻ വേണ്ടി എതിരാളികളായി RJD നിൽക്കുന്നു. അതോടൊപ്പം തന്നെ തൻ്റെ പക്ഷത്ത് നിൽക്കുമ്പോഴും തൻ്റെ പാർട്ടിയെ ദുർബലപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ BJPയുടെയും LJPയുടെയും ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നു. ഇതെല്ലാം തിരിച്ചറിഞ്ഞ് പലതവണ മുന്നണി മാറുകയും തിരിച്ചു വരികയും ഒക്കെ ചെയ്ത് പാൽത്തൂറാം എന്നൊരു ആക്ഷേപം കൂടി അദ്ദേഹം നേടിയിരുന്നു. അദ്ദേഹത്തിന് പ്രായം കൂടുതലായതുകൊണ്ടും വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങളുള്ളതുകൊണ്ടും അങ്കിളിന് ഇനി വിശ്രമിക്കാം എന്ന് തേജസ്വി യാദവ് പറഞ്ഞപ്പോൾ തേജസ്വി യാദവിൻ്റെ ചെറുപ്പത്തെയല്ല അങ്കിൾ എന്നൊക്കെ വിളിച്ച് ആക്ഷേപിച്ച 74 വയസ്സ് മാത്രമേ ഉള്ള, അല്ലെങ്കിൽ ഇപ്പോൾ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ എതിരാളികൾ പറയുമ്പോഴും ഏറ്റവും കൂടുതൽ ഇത്തവണ റാലികളിൽ പങ്കെടുത്തത് നിതീഷ് കുമാറാണ്. റാലികളിലേക്ക് വന്നതോടുകൂടി അതുവരെ കണ്ട നിതീഷിനെ ആയിരുന്നില്ല സ്വന്തം ക്യാമ്പടക്കം കണ്ടത്. അത്യന്തം ആവേശപൂർവ്വം ജനങ്ങൾക്കിടയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണോ ഈ മത്സ്യം വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാവുന്നത് പോലെ അതുപോലെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ബീഹാറിനെ മാറ്റിമറിച്ച, ബീഹാറിന് ഒരേ ഒരു നേതാവേ ഉള്ളൂ, അത് സുശാസൻ ബാബു എന്നറിയപ്പെടുന്ന നിതീഷ് കുമാറാണെന്ന് ആവർത്തിച്ച് തെളിയിച്ചുകൊണ്ടാണ് BJPയുടെ മുന്നിലടക്കം സ്വന്തം മുന്നണിയിലെ 2 പാർട്ടികളോടും BJPയോടും LJPയോടും തെളിയിച്ച എനിക്ക് മുന്നിൽ ഈ തേജസ്വി യാദവ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവ്, ഇവരാരും ഒന്നുമല്ല, ബീഹാറിൻ്റെ നേതാവ് താൻ തന്നെയാണെന്ന് ആവർത്തിച്ച് തെളിയിച്ചുകൊണ്ടാണ് വീണ്ടും മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്ന. ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിന് അമിത്ഷാ അത് MLAമാർ തീരുമാനിക്കുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഉടക്കി മാറി നിന്ന് അവസാനം നരേന്ദ്രമോദി പ്രധാനമന്ത്രിക്ക് തന്നെ വന്ന് അദ്ദേഹവുമായി കണ്ട് സംസാരിച്ച് അദ്ദേഹത്തെ മടക്കിക്കൊണ്ടുവരേണ്ടി വന്നു. അത്രത്തോളം പ്രാധാന്യമുണ്ട് നിതീഷ് കുമാർ എന്ന് പറയുന്ന നേതാവിനെ ബീഹാറിലെ പൊളിറ്റിക്സിൽ നിന്ന് BJP അടക്കം നന്നായി തിരിച്ചറിയുന്നു. കാരണം NDA സർക്കാർ നിലനിൽക്കണമെങ്കിൽ കേന്ദ്രത്തിൽ JDUവിൻ്റെ 12 MPമാരുടെ പിന്തുണ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ പരിഗണനയെല്ലാം നൽകി തന്നെയാണ് അദ്ദേഹത്തെ മടക്കിക്കൊണ്ടുവന്ന് വീണ്ടും അദ്ദേഹം തന്നെയാണ് മുഖ്യമന്ത്രി. ന്യൂസ് 18ൻ്റെ അഭിമുഖത്തിലാണ് നിതീഷ് തന്നെയാണ് മുഖ്യമന്ത്രി, അതിൽ സംശയമില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ നിതീഷിൻ്റെ നേതൃത്വത്തിൽ ഒരു വമ്പൻ വിജയത്തിലേക്ക് ബീഹാറിൽ NDA മാറിയിരിക്കുന്നു. തേജസ്വി യാദവിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും നേതൃത്വത്തിലുള്ള മഹാഗഠബന്ധൻ ദയനീയമായ പരാജയത്തിലേക്കും നീങ്ങിയിരിക്കുന്നു.